കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഇന്ന് ഭക്തരായ നമ്മളെ കാത്തിരിക്കുന്നത്? നമുക്ക് ദർശനം തരാനായിട്ട് നോക്കാനായിട്ട് പോവാം. ഇന്നിപ്പോൾ കുറച്ച് മഴയൊക്കെ ഒഴിച്ച സമയമാണ്. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്ക് എന്നല്ലാതെ വേറെ തിരക്കൊന്നുമില്ല. എന്നാൽ കുറേശ്ശൊക്കെ തിരക്കുണ്ടേനി. അതാണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ തിരക്കൊക്കെ കുറഞ്ഞു. നമുക്കെന്തായാലും തൊഴാനായിട്ട് പോവാം. അങ്ങനെ ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ വെങ്കല പ്രതിമ, ഗരുഡൻ്റെ വെങ്കല പ്രതിമയൊക്കെ ഒന്ന് കണ്ട് ആ ആലിനെ ഒന്ന് വലം വെച്ച് നമുക്ക് യാത്ര തുടരാം. അങ്ങനെ വരുമ്പോൾ ആ തീരമ്പലം കാണാം. ആ വിളക്ക് അങ്ങനെ കാണാം, കൽവിളക്ക്. അത് കഴിഞ്ഞ് പുതിയ ആ ഗോപുരം കാണാം. ആ ഗോപുരത്തിൻ്റെ രണ്ട് വശത്തും രണ്ട് സൈഡിലുള്ള ഓരോ വിഗ്രഹങ്ങളും കണ്ട് നമുക്കിങ്ങനെ പോരാം. വാഹന പൂജ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ വന്ന് നേരെ വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തുള്ള അത്തിമര ഗണപതിയെ കാണാനായിട്ട് വരാം. വേണ്ടവർക്ക് ആ മ്യൂസിയമൊക്കെ കാണാനായിട്ട് പോവാട്ടോ. അവിടെ ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഗുരുവായൂർ വരുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്ന ആളുകളൊക്കെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള മ്യൂസിയമൊക്കെ സന്ദർശിക്കാൻ നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഗണപതി സ്വാമിയെ കാണാം. 4 പുറത്തുനിന്നും സുഖമായിട്ട് കാണാം. കാരണം അത്തിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആ ചോട്ടിലിരിക്കുന്ന ഗണപതിയാണ്. അപ്പോൾ ഗണപതിയെ കണ്ട് തൊഴാം. ഏത്തക്കെട്ട് അവിടുന്ന് നേരെ ഗോപുരവാതിൽ കടന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിച്ച് വരുമ്പോൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ നേരെ വിട്ടിട്ട് നമുക്ക് ആ ബലിക്കല്ലിന് അങ്ങനെ വലം വെച്ച് അപ്പോൾ അവിടുന്ന് കാണാം. നമുക്ക് ആ കേശവൻ്റെ കൊമ്പ് കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവി ഭക്തരെയൊക്കെ കാണാനായിട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കിങ്ങനെ ആ വാതിൽപ്പടി കയറാം. വാതിൽപ്പടി കയറി നേരെ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുക ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടത് സൈഡിലൊന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂരിരുന്ന് നാരായണീയൻ രചിച്ച ആ പീഠം കാണാം. ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്, ഗടാവിളക്കായിട്ട് ചില്ലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് നോക്കി അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ച്, അതുപോലെ വലതുവശത്ത് ആ തൂണൊന്ന് നോക്കി തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തെളിഞ്ഞ് നിൽക്കുകയാണ്, തെളിഞ്ഞ് കാണാണ്ട്. ആദ്യം തന്നെ കാൽപാദങ്ങൾ കാണുന്നുണ്ട്, കാൽവളകൾ കാണാണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ചുവന്ന കയറിങ്ങനെ കാണാണ്ട്. കയറിൻ്റെ അറ്റത്തായിട്ട് ഒരു ഉരലുണ്ട് കേട്ടോ. കളഭം കൊണ്ട് ഉരലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് അത് നേരെ അരയിലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അരമണി കിങ്ങിണി കാണാണ്ട്, അതിൻ്റെ കൂടെ ഈ കയറും കാണാണ്ട്. ആ കയറിൻ്റെ തലക്കിൽ നോക്കുമ്പോഴാണ് ഉരൽ കാണുന്നത്. അപ്പം ഇന്ന് ഉരലിൽ കെട്ടിയ ബാലനായിട്ടാണ് കാഴ്ച, ശ്രീലകത്തെ കാഴ്ച. ഉരലിൽ കെട്ടിയിട്ടുള്ള ആ ബാലനായ ആ ദാമോദര സ്വരൂപത്തിലാണ് കാഴ്ച കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട് നോക്കുമ്പോൾ കഴുത്തിലൊരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്, തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതൊന്നും, വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും, അതേപോലെ വലിയൊരു ഉണ്ടമാലയും, ആ ഉണ്ടമാലയുണ്ട്. ആ കയ്യിൽ ഓടക്കുഴലുണ്ട്, പൊന്നോടക്കുഴലുണ്ട്. കൈവളകൾ കാണാണ്ട്, അതേപോലെ തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. വിരലിൽ കെട്ടിയ ബാലനാണെങ്കിലും എനിക്ക് യാതൊരു കൂസലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ കെട്ടിയിട്ടോട്ടെ, അമ്മയല്ലേ കെട്ടിയത്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഒരെല്ലാം അവിടെ ഇരുന്നോട്ടെ, ഞാൻ എൻ്റെ പണി നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരിയിരിക്കണത്. നല്ലൊരു കാഴ്ച. മുഖത്തെ പുഞ്ചിരി ഇങ്ങനെ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും.
അവിടെ നിന്നിങ്ങനെ നോക്കിയാൽ, സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ നമ്മളെ നോക്കിയിട്ട് ചിരിക്കുകയാണ് തോന്നും. അതത്രയ്ക്കും രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്, നല്ല രസം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ കേട്ടോ. നമ്മളിപ്പോൾ സോപാനപ്പടിയിലാണ്. സോപാനപ്പടിയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരിലെത്തി തൊഴുത ഒരു പ്രതീതി ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്ന കല്ല്, ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുതു. പിന്നീട് നേരെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നെ ഒന്ന് തിരിഞ്ഞ് നിന്ന് ചുവരിൻ്റെ മുകളിലെ ആലിലക്കണ്ണനെ കണ്ടു തൊഴുതു. ഭണ്ഡാരത്തിൻ്റെ പുറകിലാണ് F1 ഭണ്ഡാരം, അതായത് ആ വലിയ ഭണ്ഡാരത്തിൻ്റെ പുറകിലാണ്, ആ ചുവരിൻ്റെ മുകളിലാണ് ആലിലക്കണ്ണൻ. അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. പിന്നെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നാൽ ഇന്ന് അധികം മേക്കപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ മാതിരി എന്താ പറയുക, ചന്ദനവും കളമ്പൊന്നും ചാർത്തിയിട്ടില്ല. ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ, സ്വർണത്തിൻ്റെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇതേ ഉള്ളൂ. കൺപീലിയൊക്കെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അധികം അർച്ചനപ്പൂക്കളുണ്ട്, വേറെ അധികം വലിയ എന്താ പറയുക, പ്രത്യേകിച്ചിട്ടുള്ള അലങ്കാരങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കണ്ട് തൊഴാം. ഗണപതി ഭഗവാനെ കണ്ട് ഏത്തൊക്കെട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ കിടാവൾക്ക് കത്തി നിൽക്കുന്നുണ്ട്. ആ ഫോട്ടോൻ്റെ മുകളിൽ ഒരു വെളുത്തതും ചുവന്നതുമായിട്ടുള്ള മാല അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ ചെറിയ ഗണപതിനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ വന്ന് മേൽശാന്തിയിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തിയാണ്. മേൽശാന്തി കാവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. ഭവദാസ്വദിക്കനാണ് ഇന്നത്തെ കളഭാലങ്കാരം. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വാമന രൂപം കണ്ടു. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം കണ്ടു. പിന്നെ മഹാവിഷ്ണു, ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴുതു. അതിനുശേഷം അനന്ത പത്മനാഭസ്വാമിയുടെ അടുത്ത് വരികയാണ്. അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് ധാരാളം പൂക്കളുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കൾ, മാലകൾ. അങ്ങനെ താമരമാല ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ള മാലകളുണ്ട്. തുളസി മാലയാണ് ധാരാളം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാലയാണ്. മുല്ലപ്പൂവുണ്ട്. അങ്ങനെ ഉള്ള മാലകളൊക്കെ ആയിട്ടാണ് നല്ല രസമായിട്ടുള്ള അലങ്കാരം. അപ്പോൾ കണ്ടോളൂ, തൊഴുതോളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് അന്ന് പുറകുവശത്ത് നോക്കിയിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. മുരുകൻ്റെ അടുത്ത് വന്ന് തൊഴാം. അങ്ങനെ മുരുകൻ്റെ അടുത്ത് വന്ന് തൊഴുതതിന് ശേഷം നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇന്നിപ്പോൾ ആകെ കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, മാലകളൊന്നുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ താമരക്കണ്ണനെ കുറച്ച് പടിഞ്ഞാറോട്ട് മാറി നിന്നാൽ ആ താമരക്കണ്ണനെ, താമരയിലുള്ള കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം.
അങ്ങനെ കണ്ട് തൊഴുത് പിന്നീട് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ ആ ഗ്രില്ലിൻ്റെ അവിടേക്ക് വന്നാൽ ഉള്ളിലേക്ക് ഇങ്ങനെ കിടന്നാൽ അവിടെ നിന്ന് തന്നെ കാണാം മണിക്കിണർ. ഉള്ളിലേക്ക് കിടന്നാൽ നേരെ ആ നൃത്ത അറയിൽ കിടാവൾക്ക് കത്തിരിക്കണു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്ന ആ നൃത്തകറ കാണാം, അവിടെ കണ്ട് തൊഴാം. അതിനുശേഷം കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് ആ അനന്തൻ്റെ കുട പിടിച്ചിട്ട് ആ ഉണ്ണീനായിട്ട് ഇങ്ങനെ വരുന്ന കാരാഗ്രഹത്തിൽ നിന്ന് വരുന്ന ആ ഒരു കാഴ്ച കണ്ട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നെ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്, ഭഗവതിയുടെ അടുത്തേക്ക്. എടത്തിരികത്തുകാവിൽ ഭഗവതിയെ തൊഴാനായിട്ട് വരാം. വലിയ തിരക്കൊന്നുമില്ല, ആകെ ഒരു 8-10 ആളേ ഉള്ളൂ. വളരെ സുഖമായിട്ടുള്ള ദർശനം. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ഗോളകയാണ് ചാർത്തിയിട്ടുള്ളത്. പിന്നെ ആ ഒരു പുള്ളിയായിട്ടുള്ള പട്ടാണ്, ചുവന്ന പട്ടിങ്ങനെ നല്ല അതുണ്ട്. അധികം അർച്ചനയൊന്നും കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നില്ല, കുറച്ചേ ഉള്ളൂ അർച്ചന. അവിടെ പൂമാലകളൊന്നും അധികം ഇല്ല. അങ്ങനെ ഒരു രൂപമാണ്. ആ ഗോളകയുണ്ട്, അതാണ് കാഴ്ച. അപ്പോൾ എല്ലാവരും അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തി ഒന്നുകൂടി തിരിഞ്ഞിട്ട് മമ്മിയൂരപ്പനെ നോക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി തൊഴുത ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരം നോക്കിയിട്ട് ഇങ്ങനെ വരിക. അങ്ങനെ ആ വരുമ്പോൾ ആൾ രൂപത്തിൻ്റെ അവിടെ ആളുകൾ കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ ആ മഞ്ചാടി വരുന്ന കുറച്ച് കുട്ടികൾ, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കണം, അതും വളരെ കുറച്ചേ ഉള്ളൂ. പറയുമ്പോൾ തിങ്കളാഴ്ചയാണ്, അത്രയ്ക്ക് അധികമൊന്നുമില്ല. ഞായറാഴ്ചയൊക്കെ നല്ല ഉണ്ടാവും, തിങ്കളാഴ്ച കുറവാണ്. ആളുകളും കുറവ് തന്നെയാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ സോപാനം വഴി തന്നെ ഉണ്ടാവുക. അപ്പോൾ ഈ ഉദയാസ്തമന പൂജ ഉണ്ടാവുകൊണ്ടാണ് അങ്ങനത്തെ ഒരവസ്ഥ വരുന്നത്. അതുകൊണ്ടാണ് മണ്ഡപത്തിൻ്റെ അവിടുന്ന് ഏകാന്തമായിട്ട് വിടുന്നത്. അല്ലെങ്കിൽ സോപാനം വഴിയുള്ള അത്രയ്ക്കുള്ള തിരക്കേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒക്കെ നോക്കി വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ആ ദാമോദര സ്വരൂപത്തെ ഒന്നുകൂടി കണ്ട് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെയും കിടാവിളക്ക് ഇങ്ങനെ കാണാം. പിന്നീട് നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ടുള്ള ആ ഒരു കാഴ്ച അതിമനോഹരമാണ്. അതാണ് ഇന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഹനുമാൻ്റെ പറഞ്ഞിട്ട്, കാരണം ഹനുമാൻ്റെ പറഞ്ഞതോടൊപ്പം തന്നെ പറയാൻ ഉദ്ദേശിച്ചു. കാരണം നമ്മളവിടെ പോയി തൊഴുതു എന്ന് വെച്ചാലും ഇതാണ് മനസ്സിലിങ്ങനെ കിടന്ന് കാണുന്നത്. ആ അയ്യപ്പൻ്റെ അവിടുത്തെ ആ ഒരു കാഴ്ച ഒന്ന് വളരെ മനോഹരമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആൾ അയ്യപ്പസ്വാമിയാണ്, പക്ഷേ ഇന്ന് അമ്മയുടെ പോലെയാണ്. അമ്മയുടെ അനുഗ്രഹം, അതായത് അമ്മ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ. ആ ഹരിയുടെയും ഹരൻ്റെയും ആണല്ലോ, മകനാണല്ലോ. അപ്പോൾ അമ്മയുടെ സ്ഥാനം ഗുരുവായൂരപ്പനാണ്. ആ അമ്മയുടെ മകനായിട്ടാണെന്ന് ശരിക്കും അമ്മയെ പോലെയാണെന്ന് പറഞ്ഞ മാതിരിയാണ്. കാരണം കണ്ണനായിട്ടാണെന്ന് അർത്ഥം. പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ട് പീലി വെച്ചിട്ടുണ്ടെന്ന്. അത് പോരാതെ മടിയിൽ ഓടക്കുഴലുണ്ട്. അയ്യപ്പസ്വാമീനെ ഞാൻ അങ്ങനെ കാണുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു കാഴ്ച. അതുകൊണ്ടാണ് മനസ്സിലിങ്ങനെ തികട്ടി വരികയായിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് കയറിയിട്ട് അയ്യപ്പൻ്റെ അവിടെയെന്ന് പറയാൻ വന്നത്. അപ്പോൾ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള അലങ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗണപതിയുടെ അവിടെയും അത്രയ്ക്ക് അലങ്കാരമില്ല, ഭഗവതിയുടെ അവിടെയും ഇല്ല. പക്ഷേ ഇന്ന് അയ്യപ്പൻ്റെ അവിടെ നല്ല മനോഹരമായിട്ടുള്ള അലങ്കാരം. ആ പീലി ഇങ്ങനെ കെട്ടി, ആ പീലി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുഖമൊക്കെ ചന്ദന ചർച്ചിതമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ധാരാളം സ്വർണത്തിൻ്റെ മാലകൾ ഇട്ടിട്ടുണ്ട്. നല്ല ജീവനുള്ള പോലെ, അങ്ങനെ തന്നെ പറയാം. അതായത് ജീവസ്സുറ്റ പോലെയാണ്. നമ്മളോട് എന്താ പറയുക, ചിരിച്ച് വർത്താനം പറയാനൊക്കെയുള്ള ആ ഒരു ഇരുത്തല്ലേ, അതേമാതിരിയാണ് തോന്നുന്നത്. അതാണ് മനസ്സിൽ മുഴുവൻ അയ്യപ്പസ്വാമിയുടെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ് ഇന്നപ്പോഴേ. ഗുരുവായൂരപ്പനെ കണ്ടു, അതൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. അപ്പോൾ തിരക്കുള്ള ആളുകളെ കയ്യിലും അയ്യപ്പൻ്റെ അവിടെ വരുമ്പോൾ അത് കണ്ടോളൂ കേട്ടോ. നല്ലൊരു രസമായിട്ടുള്ള കാഴ്ചയാണ്. പൊതുവെ തിരക്കില്ല, എന്നാലും ഇനി അവിടെ കാണാതിരിക്കേണ്ട അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് അയ്യപ്പസ്വാമി ഇന്നിങ്ങനെ ഇരിക്കുന്നത്. പീലി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ലൊരു പീലി. അതേപോലെ വലിയൊരു ഓടക്കുഴൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പൊന്നിൻ്റെ ഓടക്കുഴൽ വെച്ചിട്ടുണ്ട്. മടിയിലാണ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നല്ല രസമായിട്ടുള്ള ആ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് തന്നെയാണ്. പാവുമുണ്ട്, വെള്ള പാവുമുണ്ടുണ്ട്. അതിൻ്റെ മുകളിൽ കറുത്ത വസ്ത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ അരയിൽ മഞ്ഞപ്പട്ടും ഒക്കെ ചുറ്റിയിട്ട് ഉണ്ണിക്കണ്ണൻ തന്നെ, അങ്ങനെ തന്നെ പറയാം. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് ഇങ്ങനെ ഇരിക്കണം. അതാണ് ഇപ്പോൾ ശരിക്കും അവിടുത്തെ ഒരു കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ ഉണ്ണിക്കണ്ണനെ പ്രണമിച്ച് നമുക്കൊന്ന് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിൽ വരുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കാണാം. അതേപോലെ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നേരെ ആ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടെയൊക്കെ തിരക്ക് കുറച്ച് കുറവാട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നാരായണാലയത്തിലെത്തിയിട്ട് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ടു. അതേപോലെ അവിടെ നിന്ന് കയറി തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിൽ വന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഉരലിൽ കെട്ടിയ ഉണ്ണീനെ, പൊന്നുണ്ണിയെ കാണാം. അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ തെക്ക് നടയിലേക്ക് നോക്കുമ്പോൾ ആ കൂവളങ്ങനെ മുകളിലേക്ക് പൊന്തി പൊന്തി ഇങ്ങനെ നിൽക്കണു. അപ്പോൾ ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വെക്കാനായിട്ട് നമുക്ക് അവിടെ പോവാം. അങ്ങനെ അപ്പനും അമ്മേനെയും പ്രാർത്ഥിച്ച്, അതായത് മഹാദേവനെയും പാർവതി ദേവീനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ നമ്മൾ ഒരു ചെറിയ കഥയും കൂടി. കഥ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കുന്തിദേവിയുടെ ഒരു കഥയാണ്. കുന്തിദേവിക്ക് അതായത് വയ്യാതെ, അതായത് മക്കളെയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോരേണ്ടി വന്നല്ലോ, രാജ്യമൊക്കെ വിട്ടിട്ട് പോകുന്ന സമയത്ത് കൃഷ്ണൻ ചോദിച്ചു ഒരു സമയത്ത്, അമ്മയ്ക്ക് എന്തനുഗ്രഹമാണ് വേണ്ടേ, എന്താണെങ്കിലും പറഞ്ഞോളൂ, ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി തരാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ കുന്തിദേവി പറയുകയാണ്, എനിക്ക് അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും വേണം. പക്ഷേ അത് ദുഃഖങ്ങൾ ഒഴിവാക്കിയിട്ടല്ല, ദുഃഖങ്ങൾ ഇടയ്ക്ക് തരണം. എന്നാലാണ് ഭഗവാൻ എന്നിൽ പ്രസാദിക്കുകയുള്ളൂ, ഭഗവാൻ എന്നോടുള്ള ആ ഒരു കരുതലുണ്ടാവുള്ളൂ. അതായത് എന്നെ ശ്രദ്ധിക്കണമെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടായിട്ട് ഞാൻ ഭഗവാനെ വിളിക്കുമ്പോഴാണ് ഭഗവാൻ എന്നെ കൂടുതൽ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം തന്നു, എനിക്കിനി ദുഃഖങ്ങളൊന്നും വേണ്ട, ഈ പറഞ്ഞ മാതിരി എല്ലാം തന്നാലും അപ്പോൾ ഭഗവാൻ ആ ഒരു തരൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഏത് സമയത്തും ഭഗവാൻ കടാക്ഷം എന്നിലുണ്ടാവണം എന്നാണ് കുന്തിദേവി ശ്രീകൃഷ്ണനോട് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എത്രയോ വിഷമങ്ങൾ അനുഭവിച്ചു. കാരണം അരക്കില്ലത്തിൽ പെട്ടതും ഒക്കെ, രാജ്യം നഷ്ടപ്പെട്ടതും എല്ലാതും, ഒരുപാട് അവഹേളനങ്ങൾ കേട്ടതൊക്കെ. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും എൻ്റെ കണ്ണാന്ന് വിളിക്കുമ്പോൾ, ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആ കണ്ണൻ്റെ രൂപവും അതേ സാന്ത്വനമായിട്ട് കണ്ണൻ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്നും തുടരാൻ വേണ്ടിയിട്ടാണ് ആ വൈകുണ്ഠത്തിലേക്ക് പോവുകോളവും ഈ ഭൂമിയിലുള്ള ആ ഒരു ജീവിതകാലം അത്രയും എനിക്ക് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഇടവിട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അത് നമ്മളൊക്കെ ഇപ്പം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് ദുഃഖം വേണ്ടാന്ന് നമ്മൾ പറയുള്ളൂ, കാരണം നമുക്ക് എന്നും സന്തോഷം ഉണ്ടാവണമെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ചിന്തയിലൊക്കെ ആണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ആ കുന്തിദേവിയുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പറഞ്ഞത് സത്യമാണ്. കാരണം ഭഗവത് കടാക്ഷം പീഡിതരുടെ കൂടെയാണ്, സങ്കടം അനുഭവിക്കുന്നവരുടെ കൂടെയാണ്. എന്നാൽ മാത്രമേ നമുക്കും ആ കഷ്ടങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഭഗവാനെ മനസ്സറിഞ്ഞു വിളിക്കുള്ളൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മൾ മുകളിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ പോയി തൊഴുക, എത്രയേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമുക്ക് കഷ്ടങ്ങളുണ്ടെങ്കിൽ ആ കഷ്ടങ്ങളുടെ ഓരോ അണുവിലും നമ്മൾ ഭഗവാനെ അങ്ങനെ വിചാരിച്ച്, കൃഷ്ണ ഗുരുവായൂരപ്പ എന്നിങ്ങനെ വിചാരിക്കും.
ആ വിളി ഭഗവാൻ കേൾക്കും ചെയ്യും. അതാണ് ഒരു കുന്നിന് ഒരിറക്കം എന്ന് പറഞ്ഞ പോലെ, ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ഇന്നത്തെ ഓരോ പ്രവൃത്തികളും. നമുക്ക് എന്നും ദുഃഖമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല, അതിനൊരു പാരമ്പര്യം ഉണ്ടാവും. ആ പാരമ്യത്തിൽ നമുക്ക് എന്തായാലും സന്തോഷം അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ എന്നും നമുക്ക് ഭഗവത് കടാക്ഷം ലഭിക്കുവാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.